ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഇമോഷൻ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്ന പോലത്തെ ഇമോഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് പേടി വരും. പേടിയുണ്ടല്ലോ, മെൻ എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. എല്ലാരും അങ്ങനെയാണെന്നുള്ള ഒരു ഒറ്റ ക്യാപ്ഷനിലായി എന്റെ മൈൻഡ്. 8 കൊല്ലമായില്ലേ ഇപ്പോ. ഒബ്വിയസ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് ഫീൽ വരും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അവരോടൊരു ഇൻട്രസ്റ്റും ഒരു ലവ് എന്നുള്ളൊരു രീതിയിലോട്ടും വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ ബിഗ് ബോസിലുള്ള 2 വ്യക്തികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബിയോണ്ട് സിസ്റ്റർഹുഡ്. അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ ബിയോണ്ട് സിസ്റ്റർഹുഡ് അങ്ങനെ ഒരു ഫീല് വരുമോ? ലൈക്ക് സ്ത്രീകളായിരിക്കും സ്ത്രീകളെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഞാൻ ചില സമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ നമ്മുടെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് പോയി എൻ്റെ കുറച്ച് ബുക്സൊക്കെ എടുത്ത് കുറച്ച് പേപ്പറൊക്കെ എടുത്ത് പോയിരുന്ന് എഴുതാറുണ്ട്. അപ്പോൾ കൂടുതലും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളോട് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവാമായിരുന്നു, ജസ്റ്റ് അവളെ ഹഗ് ചെയ്യാമായിരുന്നു. ജസ്റ്റ് അടുത്തിങ്ങനെ പറ്റത്തില്ല, അടുത്തിങ്ങനെ ഇരുന്ന് ഹഗ് ഇങ്ങനെ അടുത്തിരിക്കുന്നത് തന്നെ ഭയങ്കര ഫീലിംഗാ എന്നെയൊക്കെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് 8 വർഷത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒരേ സ്പേസിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നിരിക്കെ ഇപ്പം എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് അറിയാതെ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ കൊടുക്കും, ഞാൻ സ്നേഹിച്ചു പോകും എന്നുള്ളതാണ്. നമുക്കത് അറിയാതെ വന്നു പോണതാണ് ആ ഒരു ഫീലിംഗ്. നമ്മുടെ ഒറ്റപ്പെടൽ ബ്രേക്ക് ചെയ്യാൻ അവര് നമുക്ക് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോണതാണ്, അത് സംഭവിച്ചു പോണതാണ്. അല്ലാതെ മനഃപൂർവ്വം എനിക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കണം, എനിക്കൊരു ലെസ്ബിയൻ ആവണം എന്ന് പറഞ്ഞ് ആരും ആവുന്നതല്ല. അത് ഹാപ്പൻസ് ആയി പോണതാണത്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിൽ എന്നെ കെയർ ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന, എനിക്ക് പറയാൻ പറ്റുന്ന, എന്നെ കേൾക്കുന്ന ഒരു പെൺകൊച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്നേഹിച്ചു പോകുന്നുള്ളതാണ്. വേണ്ട ആണ് വരണ്ട. എൻ്റെ ട്രോമ എന്ന് പറയുന്നത് എന്താ പറയാ, പുരുഷ വെറുപ്പിന്റെ അൾട്ടിമേറ്റ് പീക്ക് എന്നാണ് ഞാൻ ഒറ്റപ്പെട്ടത്. അപ്പൊ പറയുമായിരിക്കും ഞങ്ങൾ എല്ലാ പുരുഷന്മാരും ഒന്നല്ല, കുറെ പേര് പറയാറുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പറയാറുണ്ട് എല്ലാ പുരുഷന്മാരെയും ഇങ്ങനെ ഒരുമിച്ച് ടാഗ് ചെയ്ത് വീഡിയോ ഇടരുതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും പറ്റത്തില്ല. അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ട്രോമയാണത്, എൻ്റെ മനസ്സിൽ കിടക്കുന്ന ട്രോമയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ എൻ്റെ വാക്കുകളല്ല, ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്താണ്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചില്ല് കുപ്പി, അതിനകത്ത് നമ്മൾ കുറച്ച് ചെളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചോ. അപ്പം കുറെ കഴിയുമ്പോൾ ആ വെള്ളം മേൽഭാഗം തെളിയുമായിരിക്കും. പക്ഷേ പിന്നെയും നമ്മുടെ ട്രോമ എന്ന് പറയുന്നൊരു പ്രശ്നം, ആ ഒരു കുപ്പി ഷെയ്ക്ക് ആകുമ്പോൾ പിന്നെയും അത് ഫുള്ള് കുപ്പി ട്രോമ ആവില്ലേ? അതേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് മൂവ് ഓൺ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മുടി വെട്ടി കുറച്ച് ബോൾഡ് ആവാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ ഇരുന്ന് പറയാൻ തീരുമാനിച്ചു. ചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പലവരും എന്നെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ക്രിട്ടിസൈസും ചെയ്യാറുണ്ട്. ശരിയല്ല ജഡ്ജ്. പിന്നെ അവള് ശരിയല്ല, അവൾക്ക് വൈറ്റ് ടാറ്റു ഒക്കെ ഉണ്ട്, നെഞ്ചത്ത് ടാറ്റു ഒക്കെ ഉണ്ട്, അവള് ശരിയല്ല. എത്ര പേര് പറഞ്ഞേക്കും ടാറ്റു കുത്തുന്നവരെല്ലാം മോശമാണെന്ന് പറഞ്ഞാൽ യോജിക്കുന്നത് അല്ലേ? എത്ര പേര് ടാറ്റു കുത്തുന്ന ആണുങ്ങളും കുത്തുന്നുണ്ട്, ലേഡീസും കുത്തുന്നുണ്ട്. പ്രായമായവര് ഇപ്പം ഒരു 40 ഏജ് കഴിഞ്ഞ ചേച്ചിമാരെല്ലാം ടാറ്റു കുത്തി കിടക്കുന്നുണ്ട് അല്ലേ? അത് വീട്ടമ്മമാര്, അങ്ങനെ അത് മോശമായിട്ടല്ല. അത് ഇപ്പൊ തന്നെ ഞാൻ നിക്കുന്നിടത്ത് നീ എന്തിനാ കണ്ണു വരയ്ക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നേ, ഒരു കാര്യം എത്ര പേര് ചോദിച്ചെന്നറിയോ? ഒന്നുമില്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ? അപ്പൊ ഭർത്താവില്ലാത്ത സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എത്രയോ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് ഇത്ര ആഡംബരം പാടില്ല, നീ എന്തിനാ കളർ സാരി ഉടുക്കണം എന്ന് ചോദിക്കണം. ഓണത്തിന് ഞാനൊരു പട്ടുസാരി ഉടുത്തപ്പോ ഞാൻ കാണിച്ചു തരാം. എന്റെ ഓണത്തിന്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ആ സാരി ഉടുത്തപ്പോ എന്തിനിങ്ങനെ ഒരുങ്ങി പോകുന്നു ഞാൻ നിൽക്കുന്ന അടുത്തുള്ള സെക്യൂരിറ്റി ആന്റി ചോദിച്ചതാണ്. അവരിനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ ഭർത്താവില്ലാത്തല്ലേ, ഓണാഘോഷത്തിനൊക്കെ പോകുന്ന ആഘോഷത്തിനൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ആന്റി ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോൻ മരിച്ചു പോയെന്നേ ഉള്ളൂ, ഞാൻ മരിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു. അങ്ങനത്തെ രീതിയിൽ കുറെ പേരിനെ കാണുന്നുണ്ട്. ചിലവര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതായത് ഈ കാലിലെ ചരട് കെട്ടുന്നത് ലേഡീസില്ലേ, അവരിതാണെന്ന് പറയാം. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാലിൽ ചരട് ബ്ലാക്ക് ചരട് കെട്ടിയിട്ട് നടക്കൂല്ലോ ചെറിയ ലേഡീസ്, ഈ കുട്ടിയുടുപ്പൊക്കെ ഇട്ടിട്ട് നടക്കൂല്ലോ. അപ്പൊ ചരട് കെട്ടും. അപ്പൊ അതെന്താണ്? അപ്പൊ ചിലതിന്റെ സിഗ്നലാന്നൊക്കെ പറയാം. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും എന്താണെന്നറിയില്ല, ഏറെ അറിയാവുന്ന ചോദിച്ചത്.
എനിക്കും അറിയില്ല, അതുകൊണ്ടല്ലേ കുറിച്ച് വലിയ ധാരണയില്ല. ആ അല്ലേ, കാലിലൊരു ചരട് കെട്ടുന്നവര്. അപ്പൊ ഒരു മോശം രീതിയിൽ കുറെ പേര് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല.